നിസാന് ഇന്ത്യയിലുള്ള ഏക മോഡലാണ് മാഗ്നേറ്റ് എന്ന് പറയുന്നത്. ആ മാഗ്നേറ്റിന് പുതിയൊരു അപ്ഡേറ്റ് 2024 കൊടുത്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസും അതുപോലെ തന്നെ കസ്റ്റമർ ഫീഡ്ബാക്കും കിട്ടുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സബ് 4 മീറ്റർ ഹാച്ച് ബാക്ക്, ഒരു SUV, കോമ്പാക്ട് SUV എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു വാഹനമാണ് മാഗ്നേറ്റ് എന്ന് പറയുന്നത്. മാഗ്നേറ്റിന് പുതിയ അപ്ഡേഷൻ കൊടുത്തിരിക്കുന്നു. അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഈ ഒരു അപ്ഡേഷനിൽ ഏതാണ് വാല്യൂ ഫോർ മണി ഉള്ള വേരിയൻറ്റ്, ഏത് വേരിയൻ്റാണ് വാങ്ങേണ്ടത്, ആ വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ പ്രധാനമായിട്ടും വേരിയൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 6 വേരിയൻറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 5.9 അതായത് 5,99,000 രൂപ മുതൽ 9,10,000 രൂപ വരെയാണ്. അതായത് 10 ലക്ഷത്തിൽ താഴെയാണ് വാഹനത്തിൻ്റെ വിവിധ വേരിയൻറ്റ്സിലെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് പെട്രോൾ മാനുവൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, പെട്രോൾ ടർബോ ലഭിക്കുന്നുണ്ട്, ആൻഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി എൻജിൻ ഓപ്ഷനുകളിലും നിരവധി ഫീച്ചേഴ്സും നിരവധി വേരിയൻസിലും നമുക്ക് ഈ ഒരു മാഗ്നേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓൾഡർ ജനറേഷൻ മാഗ്നേറ്റ് വന്നപ്പോൾ വേരിയൻസിനെല്ലാം ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു പേരാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഈ ഒരു 2024 അപ്ഡേറ്റ് വന്നപ്പോൾ ഒട്ടും മനസ്സിലാകാത്ത രീതിയിലാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് വിസിയ പ്ലസ്, അക്സെൻഡ, എൻ കണക്റ്റ, ടെക്ന പ്ലസ്, ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള നെയിമാണ് കൊടുത്തിരിക്കുന്നത്. സോ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് വിസിയാണ്. വിസിയയുടെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത് 5.99 lakhs ആണ്. 5,99,000 രൂപയാണ് വില എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് പോകുകയാണെങ്കിൽ 6,59,000 രൂപ നമുക്ക് എക്സ്ഷോറൂമായിട്ട് വരും. മാനുവലാണ് 5,99,000 വരുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ഒരു ബേസ് വേരിയൻ്റാണ് വിസിയ എന്ന് പറയുന്നത്. അതിലേക്ക് വരികയാണെങ്കിൽ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. 4 എയർ ബാഗ്സ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് സേഫ്റ്റി സൈഡാണ്. അതെല്ലാ മോഡൽസിലും ഫ്രം ദ ബേസ് വേരിയൻ്റ് തൊട്ട് എല്ലാ മോഡൽസിലും അത് സ്റ്റാൻഡേർഡാണ്. ആൻഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോസിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ആംറസ്റ്റ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റമോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. സ്റ്റിയറിംഗിൽ അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ 16 ഇഞ്ച് സ്റ്റീൽ വീൽസാണ് വരുന്നത്. ഡിവൽ ടോണിൻ്റെ ഒരു അപ്ഹോൾസ്റ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്, സ്പോയർ ലഭിക്കുന്നുണ്ട്, ബ്ലാക്ക് ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. സോ വിസിയ എന്ന് പറയുന്നത് ബേസ് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സും ആ ഒരു പ്രൈസും ആ ഒരു ബേസ് വേരിയൻറ്റും മാച്ചുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബേസ് വേരിയൻ്റ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, കാര്യം ഫീച്ചേഴ്സായിട്ട് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. സോ സെക്കൻഡ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് വേരിയൻറ്റ് വിസിയ പ്ലസ് എന്നാണ്. അത് 6,49,000 രൂപയാണ് അതിൻ്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. അതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് റിയർ ക്യാമറ വരുന്നുണ്ട്, ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്, റിയർ വൈപ്പറും വാഷറും, ഷാർക്ക് ഫിൻ ആൻറ്റിനൊക്കെ വരുന്നുണ്ട്, 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, USB, FM റേഡിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് 4 സ്പീക്കേഴ്സും ലഭിക്കുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള വിസിയ എന്ന് പറയുന്ന വേരിയൻറ്റ്. സോ ഇനി നമുക്ക് തേർഡ് വേരിയൻറ്റിലേക്ക് പോകാം. അത് അക്സെൻഡ എന്നാണ് നിസാൻ അതിനെ വിളിക്കുന്നത്. അതിൻ്റെ വില എന്ന് പറയുന്നത് 7,14,000 രൂപയാണ് എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് പോവുകയാണെങ്കിൽ 7,64,000 രൂപയാണ് അതിൻ്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് മാനുവൽ, ഓട്ടോമാറ്റിക് ആ ഒരു 2 ട്രാൻസ്മിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സും മിറേഴ്സും ബോഡി കളറായിട്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്, സ്കിഡ് പ്ലേറ്റ്സ് വരുന്നുണ്ട്, ഡ്യുവൽ ടോണിലുള്ള വീൽ കവേഴ്സ് വരുന്നുണ്ട്, സ്പീഡ് സെൻസ് ചെയ്ത് ഡോർ ലോക്ക് ആകുന്ന മെക്കാനിസം വരുന്നുണ്ട്, കൂടാതെ ആൻറ്റി തെഫ്റ്റ് അലാറം വരുന്നുണ്ട്, ഡ്യുവൽ ഹോൺ വരുന്നുണ്ട്, ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC നമുക്ക് തേർഡ് വേരിയൻ്റ് തൊട്ടാണ് വരുന്നത്. അതായത് അക്സെൻഡ എന്ന് പറഞ്ഞ ഈ ഒരു തേർഡ് വേരിയൻ്റ് തൊട്ട് ആൻറ്റി റോൾ ബാർ, റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു തേർഡ് വേരിയൻ്റ് ആയിട്ടുള്ള അക്സെൻഡ എന്ന് പറയുന്ന മോഡലിൽ ലഭിക്കുന്നുണ്ട്. ഇനി 4ാമത്തെ വേരിയൻ്റ് നോക്കാം. അതിനെ നിസാൻ വിളിക്കുന്നത് എൻ കണക്റ്റ എന്നാണ്. എൻ കണക്റ്റയുടെ ബേസ് വേരിയൻ്റ് വില എന്ന് പറയുന്നത് 7,86,000 രൂപയാണ്. അതായത് നോർമൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ വിലയാണ് ഈ പറയുന്നത്. ഇതിൽ നമുക്ക് ടർബോയും ഓട്ടോമാറ്റിക്കലും ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കും. ടർബോയിലേക്ക് വരുമ്പോൾ വില കൂടും. സോ ഇത് നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനായിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷൻ്റെ ആ ഒരു റേറ്റാണ് പറയുന്നത്, 7,86,000 രൂപ. സോ ഈ ഒരു 4ാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള എൻ കണക്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, അർക്കമീസിൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്, കൂടാതെ നമുക്ക് 2 ട്വീറ്റേഴ്സും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. വോയിസ് കമാൻഡായിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ബൂട്ട് ലാംപ്സ് വരുന്നുണ്ട്, റിയർ പാർസൽ ട്രേ വരുന്നുണ്ട്, ഓട്ടോ ഡിമ്മിങ്, ഇൻസൈഡ് മിറർ വരുന്നുണ്ട്, ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്, കൂൾഡ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്, മുന്നിലും പിന്നിലും USB ചാർജിങ് പോർട്സ് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ആംറസ്റ്റ് വരുന്നുണ്ട്, ആൻഡ് കീലെസ് എൻട്രി പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് വരുന്നുണ്ട്, 7 ഇഞ്ചിൻ്റെ LCD ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്, എക്സ്റ്റീരിയർ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്, LED DRLസും ഈ ഒരു എൻ കണക്റ്റ എന്ന് പറയുന്ന 4ാമത്തെ വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്.
സോ അഞ്ചാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള ടെക്നയിലേക്ക് വരികയാണെങ്കിൽ 8,70,75,000 രൂപയാണ് വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. അത് നോർമൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ വിലയാണ് പറയുന്നത്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, LED ക്യാബിൻ ലാംപ്സ് വരുന്നുണ്ട്, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്, ഹെഡ് ലാംപ്സ് പ്രൊജക്ടറാണ് വരുന്നത്, ഫോഗ് ലാംപ്സും പ്രൊജക്ടറാണ് വരുന്നത്. സോ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ഉള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. LED ടെയിൽ ലാംപ്സിൽ 3D എലമെൻറ്റ്സ് വരുന്നുണ്ട്, ഗ്രേ ഇൻറ്റീരിയേഴ്സ് വരുന്നുണ്ട്, ഡോർ പാഡിൽ എലമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും, ക്രോം ബെൽറ്റ് ലൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ കുറച്ചുകൂടെ സ്റ്റൈലിൽ കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ടെക്ന എന്ന് പറയുന്ന അഞ്ചാമത്തെ വേരിയൻറ്റിൽ നിസാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് വേരിയൻറ്റ് ടെക്ന പ്ലസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത് 9,10,000 രൂപയാണ്. നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷൻ്റെ വിലയാണ് 9,10,000 രൂപ വരുന്നത്. ടർബോയിലേക്ക് പോകുകയാണെങ്കിൽ അത് 11,50,000 രൂപ വരെ ഓട്ടോമാറ്റിക്കിലേക്ക് പോകും. സോ അതിനുള്ളിൽ നിൽക്കും ആ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിലുള്ള ആ ഒരു റേറ്റാണ് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് താഴെയുള്ള വേരിയൻസിൽ വരെ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും കിട്ടും. കൂടാതെ അഡീഷണലി കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡ്യുവൽ ടോണിലുള്ള ഒരു ഓറഞ്ച് എലമെൻറ്റിലുള്ള ഇൻറ്റീരിയേഴ്സ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഡാഷ്ബോർഡിലും ഒരു ഡ്യുവൽ ടോൺ എലമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ലെതർ അപ്ഹോൾസ്റ്ററി വരുന്നുണ്ട്, മൾട്ടി കളറായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നുണ്ട്, കൂടാതെ ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതാണ് ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത്. ടോപ്പ് എൻഡ് വേരിയൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണെങ്കിൽ 9,10,000 രൂപയും പെട്രോൾ ടർബോ ഓട്ടോമാറ്റിക്കിലേക്ക് വരുവാണെങ്കിൽ 11,50,000 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഈ വിലകളെല്ലാം എക്സ്ഷോറൂം വിലകളാണ്. നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് കൊച്ചിയിലുള്ള ആൾക്കല്ല, കൊച്ചിയിലുള്ള ആളുടെ പ്രൈസ് അല്ല ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ളത്, ചിലപ്പോൾ അതല്ല കോഴിക്കോടുള്ള ആൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്ഷോറൂം വിലകളാണ് പറയുന്നത്. അതും വിലകളെന്ന് പറയുന്നത് ഈ ഒരു നവംബർ മാസത്തിലെ വിലയാണ് പറയുന്നത്. അതായത് 2024 നവംബറിലെ വിലയാണ് പറയുന്നത്. ചിലപ്പോൾ ഇത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം എക്സ്ഷോറൂം വിലയിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. എക്സ്ഷോറൂം വിലയിൽ മാറ്റം വരുമ്പോൾ എന്തായാലും ഓൺ റോഡിലും ആ ഒരു മാറ്റങ്ങൾ വരും. ഏകദേശം ഒരു 2 ലക്ഷം രൂപ അടുത്ത് വണ്ടി അഡീഷണലായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ഓൺ റോഡ് വരുന്ന സമയത്ത്, റോഡ് ടാക്സും ഇൻഷുറൻസും പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ആൻഡ് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയൻസ് എന്ന് നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ പെട്രോളിലേക്ക് വരുമ്പോൾ, അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിലേക്ക് വരികയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് വിസിയ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് വേരിയൻ്റ് ആണ്. അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് 6,49,000 രൂപ എക്സ്ഷോറൂം വില വരുന്ന വിസിയ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാനായിട്ട് സാധിക്കും. പിന്നെ റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് എൻ കണക്റ്റ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. 4ാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള എൻ കണക്റ്റ, അതായത് ടോപ്പ് എൻഡിലേക്ക് പോകുന്നുമില്ല, എന്നാൽ 4ാമത്തെ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തന്നെ കിട്ടുന്ന ഒരു വേരിയൻ്റാണ് എൻ കണക്റ്റ എന്ന് പറയുന്നത്. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് വരുവാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആസ്പിറേറ്റഡ് ഓട്ടോമാറ്റിക്കിലേക്ക് വരുവാണെങ്കിൽ AMTയിലേക്ക് വരുവാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന വേരിയൻ്റ് എന്ന് പറയുന്നതും എൻ കണക്റ്റ തന്നെയാണ്. 8,36,000 രൂപ എക്സ്ഷോറൂം വില വരുന്ന ആ ഒരു വേരിയൻ്റാണ് റെക്കമെൻഡ് ചെയ്യുന്ന വേരിയൻറ്റ്. ഇനി ടർബോ പെട്രോളിലേക്ക് വരുവാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് ടെക്ന എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. 9,99,000 രൂപയാണ് അതിൻ്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. ഇനി ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് CVT കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനിലേക്ക് വരികയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് ടെക്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് തന്നെയാണ്. 11,14,000 രൂപയാണ് ആ മോഡലിൻ്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് നിസാൻ മാഗ്നൈറ്റിൻ്റെ വേരിയൻറ്റ് വൈസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും അതിൻ്റെ എക്സ്ഷോറൂം വിലകളും കാര്യങ്ങളുമൊക്കെ. സോ നിങ്ങൾ നിസാൻ മാഗ്നൈറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഏതാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിസാൻ മാഗ്നൈറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.